ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിനകത്ത് പുകയുന്ന ആഭ്യന്തര കലഹങ്ങളിലും വിമർശനങ്ങളിലും ഏറ്റവും കാമ്പുള്ളതും ശക്തവുമായ പ്രതികരണങ്ങൾക്ക് വേദിയായി കോട്ടയം തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ എംഎൽഎ സ്ഥാനം രാജിവെപ്പിച്ച് കെ ശൈലജയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കണമെന്ന അത്യപൂർവമായ ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത്. വ്യക്തിപൂജാ വിവാദങ്ങളിലും പിണറായി കേന്ദ്രീകൃതമായ നയങ്ങളിലും അണികൾക്കുള്ള കടുത്ത അമർഷമാണ് തലയോലപ്പറമ്പുകാർ പറയാതെ പറയുന്നത്. പി ജയരാജൻ അനുകൂലമായി മുൻപ് പാട്ട് വന്നപ്പോൾ അതിനെതിരെ വാളോങ്ങിയ സംസ്ഥാന നേതൃത്വം പിണറായി വിജയന് വേണ്ടി PR ഏജൻസികൾ പാട്ടുണ്ടാക്കിയപ്പോൾ മൗനം പാലിച്ചതെന്തിനെന്ന് യോഗത്തിൽ ചോദ്യമുയർന്നു. പാർട്ടിക്ക് ജനകീയ അടിത്തറ തിരിച്ചുപിടിക്കണമെങ്കിൽ പി ജയരാജൻ, AN ഷംസീർ, അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധേയനായ PB അംഗം വിജു കൃഷ്ണൻ എന്നിവരെ നേതൃത്വത്തിലേക്ക് സജീവമാക്കണമെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള വികാരം വ്യക്തമാക്കുന്നത്. പാർട്ടിയെ ഇന്നത്തെ പ്രതിസന്ധിയിൽ നിന്നും അതിജീവിപ്പിക്കാൻ അണികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർണായക ഫോർമുല ഇതാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ യുവനേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വിജു കൃഷ്ണനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാക്കുക. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ സ്വാധീനമുള്ള പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒപ്പം യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള AN ഷംസീറിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി കോട്ട കാക്കാൻ ചുമതലപ്പെടുത്തുക. ഈ മൂവർ സംഘത്തിന് നേതൃത്വം നൽകിയാൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണയും യുവത്വത്തിന്റെ ആവേശവും തിരികെ പിടിക്കാനാകൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. യുവജനങ്ങളെ പാർട്ടി പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും ഈ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ചെയ്യാനും പോലീസിന്റെ അടികൊള്ളാനും യുവജനങ്ങളെ കിട്ടില്ലെന്നും യോഗത്തിൽ പങ്കെടുത്ത യുവനേതാക്കൾ തുറന്നടിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ എന്നിവർക്കെതിരെയും യോഗത്തിൽ കടുത്ത വിമർശനമുയർന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവും മന്ത്രിയുമായിരുന്ന VN വാസവൻ സാധാരണക്കാരിൽ നിന്നും പാർട്ടി അണികളിൽ നിന്നും പൂർണ്ണമായി അകന്നുവെന്ന് ഏരിയ കമ്മിറ്റി കുറ്റപ്പെടുത്തി. മുതലാളിമാരുമായും വൻകിട സമുദായ നേതാക്കളുമായും മാത്രമാണ് അദ്ദേഹം ബന്ധം പുലർത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ കടുത്ത വിമർശനങ്ങൾ. വിമർശനം അതിരുകടന്നപ്പോൾ ഉദയഭാനു ഇടപെടാൻ ശ്രമിച്ചെങ്കിലും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വഴങ്ങിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും പറയും. സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങളെപ്പോലുള്ള നേതാക്കൾ പറയാനുള്ളത് കൃത്യമായി പറയാത്തതുകൊണ്ടാണ് പാർട്ടിക്ക് ഈ വൻ തോൽവി സംഭവിച്ചത് എന്ന് അംഗങ്ങൾ മുഖത്ത് നോക്കി തിരിച്ചടിച്ചു. പാർട്ടിയിൽ അടിമുടി പൊളിച്ചെഴുത്തു നടത്തി പി ജയരാജനെയും വിജു കൃഷ്ണനെയും പോലുള്ള ജനകീയ മുഖങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന അണികളുടെ ഈ ആവശ്യത്തിന് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ടാകുമെന്ന് ഉറപ്പാണ്.